ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 8ാമത്തെ പാഠം അദ്ദർസു സാമിനു ഇലൽ മസ്ജിദി. ഇലൽ മസ്ജിദി എന്നുള്ളതിൻ്റെ അർത്ഥം പള്ളിയിലേക്ക്. 2 കുട്ടികൾ അബ്ദുൽ വാഹിദ്, അബ്ദുൽ ഹക്കീം, 2 പേർ തമ്മിലുള്ള സംഭാഷണമാണ്. ഈ പാഠം അറബിയിലാണ്, അറബിയിലുള്ളൊരു സംഭാഷണമാണ്. ഇനി നമുക്ക് പാഠം നോക്കാം. അബ്ദുൽ വാഹിദ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുൽ വാഹിദ് സലാം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുൽ ഹക്കീം: വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ഹക്കീം പറയാണ് വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ വാഹിദ്: ഇലാ ഐന അൻത. അതിൻ്റെ അർത്ഥം നീ എങ്ങോട്ട് പോകുന്നു. അബ്ദുൽ ഹക്കീം: ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ഇലാ ഐന അൻത, നീ എങ്ങോട്ട് പോകുന്നു. അബ്ദുൽ ഹക്കീം തിരിച്ച് ചോദിക്കുകയാണ്, നീ എങ്ങോട്ട് പോകുന്നു. അബ്ദുൽ വാഹിദ്: ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. അബ്ദുൽ ഹക്കീം: മതാ തസിലുൽ മസ്ജിദ്, നീ എപ്പോൾ പള്ളിയിലെത്തും. അബ്ദുൽ വാഹിദ്: ഇൻഷാ അല്ലാ ബഅദ ബുർഹ. അബ്ദുൽ വാഹിദ് പറയാണ് നീ എപ്പോൾ പള്ളിയിലെത്തും എന്ന് ഹക്കീം ചോദിച്ചപ്പോൾ പറയണ ഇൻഷാ അല്ലാ അല്പസമയത്തിനു ശേഷം. അബ്ദുൽ ഹക്കീം: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുൽ വാഹിദ്: വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 പേർ തമ്മിലുള്ള സംഭാഷണമാണ്, അറബിയിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ മലയാളത്തിൽ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നന്നായി വായിക്കുക, പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പോകാം. നഖ്റ വ നഫ്ഹം, വായിക്കുക, മനസ്സിലാക്കുക. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. അതിൻ്റെ അർത്ഥം പള്ളിയിലേക്ക്. മതാ, എപ്പോൾ. ബഅദ ബുർഹ, അല്പസമയത്തിനു ശേഷം. ഇൻഷാ അല്ലാ, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഇൻഷാ അല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ. ഇലാ ഐന, എങ്ങോട്ട്. അൻത, നീ. ബൈത്തുൻ, വീട്. തസ്ലു, നീ എത്തും. 2ാമത്തെ നുക്മിലുൽ ഹിവാർ. ജഅഫർ: ഇലാ ഐന അൻത. 2 പേർ തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് അവിടെ. ജഅഫർ, മുഹസിന്. ജഅഫർ ചോദിക്കുകയാണ് ഇലാ ഐന അൻത, നീ എങ്ങോട്ട് പോകുന്നു. മുഹസിൻ: ഇലൽ മസ്ജിദ്, അല്ലെങ്കിൽ ഇലസ്സൂക്ക്. സൂക്ക് പറഞ്ഞാൽ അങ്ങാടി, മസ്ജിദ് പറഞ്ഞാൽ പള്ളി. ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. ഇലാ ഐന അൻത, തിരിച്ച് ചോദിക്കുകയാണ്. കാരണം ജാഫർ ഇലൽ മദ്രസത്തി എന്നാണ് ആൻസർ പറയുന്നത്. അപ്പോൾ ഇലാ ഐന അൻത എന്നവിടെ എഴുതണം നമ്മൾ. ജാഫർ ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. മുഹ്സിൻ: മതാ തസ്ലുൽ മദ്രസ, നീ എപ്പോൾ മദ്രസയിലെത്തും. ജാഫർ: ഇൻഷാ അല്ലാ ബഅദ ബുർഹ, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അല്പസമയത്തിനു ശേഷം. 3ാമത്തെ നുൻഷിൽ ജുമുൽ കമാഫി മിസാൽ, തന്നിരിക്കുന്ന പോലെ എഴുതുക. സൂക്ക്, ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. സൂക്ക്, മൽഅബ്, ഫസ്ല്, മദ്രസത്ത്. സൂക്ക് അങ്ങാടി, മൽഅബ് കളിസ്ഥലം, ഫസ്ല് ക്ലാസ്, മദ്രസത്ത് മദ്രസ. ഇലാ ഐന അൻത, അതാണ് ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ ആൻസറായിട്ട് ഈ 4 എണ്ണം വെച്ചിട്ട് ഇവിടെ എഴുതുക. ഇലൽ മസ്ജിദിന്ന് തന്നിട്ടുണ്ട്, അതേപോലെ എഴുതുക. ഇലസ്സൂക്ക്, ഇലൽ മൽഅബ്, ഇലൽ ഫസ്ൽ, ഇലൽ മദ്രസ. സൂക്ക് അങ്ങാടി, മൽഅബ് കളിസ്ഥലം, ഫസ്ല് ക്ലാസ് റൂം, മദ്രസത്തി മദ്രസ. അടുത്തത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഫസ്ല്, മസ്ജിദ്, സൂക്ക്, മൽഅബ്.
ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. മത്താ തസിലുൽ മദ്രസത്തി തന്നിരിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഇൻഷാ അല്ലാ ബഅദ ബുർഹ എന്ന് അതിൻ്റെ ആൻസർ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് എഴുതാം. മത്താ തസിലുൽ ഫസിൽ, നീ എപ്പോൾ ക്ലാസ്സിലെത്തും? ഇൻഷാ അല്ലാ ബഅദ ബുർഹ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്പസമയത്തിന് ശേഷം. അടുത്തത് മത്താ തസിലുൽ മസ്ജിദ്, ഇൻഷാ അല്ലാ ബഅദ ബുർഹ. മത്താ തസിലു സൂക്ക്, നീ എപ്പോൾ അങ്ങാടിയിലെത്തും? ഇൻഷാ അല്ലാ ബഅദ ബുർഹ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്പസമയത്തിന് ശേഷം. മത്താ തസിലുൽ മൽഅബ്, നീ എപ്പോൾ കളിസ്ഥലത്തെത്തും? ഇൻഷാ അല്ലാ ബഅദ ബുർഹ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്പസമയത്തിന് ശേഷം. അത് അതേപോലെ ബ്രാക്കറ്റിലുള്ള വാക്ക് വെച്ച് തന്നിരിക്കണം അതേപോലെ നോക്കി എഴുതാം. ഈ പാഠത്തിൽ നിന്നും ഒരു മുസ്ലിമായ മനുഷ്യനെ കണ്ടുമുട്ടിയാൽ നമ്മൾ സലാം പറയണം. പിരിഞ്ഞു പോരുമ്പോഴും സലാം പറയണം. ഈ പാഠത്തിൽ നിന്നും പ്രിയപ്പെട്ട മക്കളെ ഇത് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ ഇൻഷാ അല്ലാ എന്ന വാക്കുകൂടി ചേർത്ത് പ്രയോഗിക്കണം. ഇൻഷാ അല്ലാ എപ്പോഴാണ് ചേർക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. നാളെ വരാം, ഇന്ന് വൈകുന്നേരം പോകാം, അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഇൻഷാ അല്ലാ ചേർത്ത് പറയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻഷാ അല്ലാ ചേർത്ത് സംസാരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യഥ ചൊല്ലി, കണ്ണീരിൻ കഥ ചൊല്ലി, കനിവിനായി തേടിടാം. വാഹല്ലിൽ മൗലിദി ഖുറത്തുൽ ഐനൈനി അഷ്റഫി ഖൽഖില്ല അഹ്മദ് ത്വാഹ റസൂലുള്ളാഹ്.